പ്രൊഫഷണലി സക്സീഡ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റും? പ്രൊഫഷണലി സക്സീഡ് ചെയ്യണം എന്ന് താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പിക്കുക എന്നുള്ളത്. ഞാനൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. രണ്ടാമതൊരു കാര്യം, പലപ്പോഴും ഞാൻ ചെയ്യുന്നതിനുള്ള ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളത് കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകളുടെയും പരാതി. അത് എങ്ങനെയാണ് അതിൽ നിന്ന് മോചനം നേടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ബെനിഫിറ്റ് കിട്ടാൻ ഞാൻ യോഗ്യനാണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർ സാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. MMV ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും ആദ്യം തന്നെ എല്ലാവരും ബിസിനസ്സുകാരാവണമെന്നില്ല. ജോലി ചെയ്തും നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയി പിന്നീട് പരീക്ഷണാടിസ്ഥാനം ചിലർ ബിസിനസ്സുകാരാവും, ചിലർ ഉള്ള ജോലിയിൽ പ്രോഗ്രസ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ഒരു കമ്പനി ചൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം അടിസ്ഥാനത്തിലായിരിക്കണം? ഇനി ആളുടെ ഇൻറ്റൻഷൻ പേറോളാണോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണോ? എന്ത് മൈൻഡ് സെറ്റിലായിരിക്കണം ഒരു ബൈ പ്രൊഫഷണലി സക്സീഡ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റും? പ്രൊഫഷണലി സക്സീഡ് ചെയ്യണം എന്ന് താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പിക്കുക എന്നുള്ളത്. ഞാനൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. അതായത്, നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് വേണ്ടി ആ സ്ഥാപനത്തിന് എന്താണോ വേണ്ടത് അത് നിങ്ങൾ പ്രവർത്തിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യാം. ഉദാഹരണമായിട്ട്, ഇപ്പോൾ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആദ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തണം. സാധാരണ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ആളുകളും ഒരു ജോലി ലഭിക്കുന്നു, ആ ശമ്പളം കിട്ടുക എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും ആ ജോലി തീർക്കുക എന്നുള്ളതുമായിരിക്കും ലക്ഷ്യം. അങ്ങനെ പോകുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ശരിക്കും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഈ കോൺഫ്ലിക്റ്റ് നമ്മുടെ വളർച്ചയെ ബാധിക്കും. അതേസമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ബോധ്യമുണ്ട്, ഇത് തന്നെയാണ് ഞാൻ ചെയ്യേണ്ടത്, ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോഴാണ് എൻ്റെ ജോലിയുടെ ചുമതല നിർവഹിക്കപ്പെടുന്നത്. ഇതിലേക്ക് ഒരാൾക്ക് മാറാൻ കഴിയണം. ഇന്ന് അത്തരം എംപ്ലോയീസിൻ്റെ എണ്ണം കുറവാണ്. നിങ്ങൾ നോക്കൂ, അത്തരം മൈൻഡ് സെറ്റുള്ള എംപ്ലോയീസാണ് അവരുടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ പോലും ബിസിനസ് റൺ ചെയ്യുന്നത് കാണാൻ കഴിയും. ഇപ്പോൾ ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബിസിനസ് ഓണേഴ്സ് ഇവരെ വിശ്വസിച്ച് ആ ബിസിനസ്സിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ ഫുൾ കൺട്രോൾ എടുത്ത് അതിനെ റൺ ചെയ്യുന്ന ആളുകൾ ഇവരായിരിക്കും. അത് ഇത്തരത്തിലുള്ള സ്റ്റാഫുകളാണ് ആ തലത്തിലേക്ക് ഡെവലപ്പ് ചെയ്തു വരുന്നത്. അത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ആ ഒരു ബിസിനസ്സിനെ സ്വന്തമായി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ആ ബിസിനസ്സിനെ കൊണ്ടുപോകുന്ന പോലെ സ്വന്തം ബിസിനസ് പോലെ കൊണ്ടുപോകാൻ പറ്റുന്ന കാറ്റഗറിയിലേക്ക് വരും. അങ്ങനെ വളരെ ചുരുക്കം ആളുകളാണ് വരുന്നത്. അവരുടെ ബേസിക് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റിയിലൂടെ ചെയ്യുന്നു. രണ്ടാമതൊരു കാര്യം, പലപ്പോഴും ഞാൻ ചെയ്യുന്നതിനുള്ള ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളത് കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകളുടെയും പരാതി. അത് എങ്ങനെയാണ് അതിൽ നിന്ന് മോചനം നേടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ബെനിഫിറ്റ് കിട്ടാൻ ഞാൻ യോഗ്യനാണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്ന കമ്പനി അല്ലെങ്കിൽ നെക്സ്റ്റ് കരിയറിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുക. ഇപ്പോൾ എൻ്റെ ലൈഫിൽ അത് ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നതായിരിക്കും, ഇപ്പോൾ ഞാൻ ചെയ്യുന്നതിനുള്ള പ്രതിഫലം എനിക്ക് ലഭിക്കുന്നില്ല, ഞാൻ ഇത്രയും റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ റെസ്പോൺസിബിലിറ്റിയിൽ വീഴ്ച വരുത്തിയാൽ, ഈ കാരണം കൊണ്ട് വീഴ്ച വരുത്തിയാൽ, സത്യത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ കരിയർ ജേണിയെ നാം തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കരിയറിനെ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ ശമ്പളമോ നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്ന അപ്രീസിയേഷൻ ഒന്നും നിങ്ങൾ നോക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. നല്ലൊരു കാര്യം ചെയ്ത് നിങ്ങൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിൽ അത് നിറഞ്ഞു നിൽക്കുമ്പോൾ അത്രയും അപ്രീഷിയേഷൻസ് നമ്മളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ ഈ ഒരു മൈൻഡ് സെറ്റോടു കൂടിയാണ് നിങ്ങളുടെ ജോലി ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമെന്നും നിങ്ങളുടെ കരിയറിൽ വലിയ റിമാർക്സ് ഉണ്ടാക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവും. നമ്മളെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജോലിയെ കാണുന്ന കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തിയാൽ തന്നെ
ബിസിനസ് ആണെങ്കിലും പേറോളാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളായാലും അത് നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ നിൽക്കും. പക്ഷേ നമ്മളോട് നീതി പുലർത്താൻ തയ്യാറാവും. നമ്മളോട് സത്യസന്ധമായിരിക്കുക, ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നിർവഹിക്കുക. നമ്മൾ ഇത് തന്നെ ബിസിനസ് ഓണർക്ക് വേണ്ടി ആവാതിരിക്കുക. ഞാൻ ചെയ്യുന്നത് ജോലിയല്ല, നമ്മുടെ കമ്പനി ഫേസ് ചെയ്യുന്ന കുറച്ച് ചലഞ്ചുകളുണ്ട്. അത് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനും അത് സോൾവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുമിച്ചാണ് ഗ്രോ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒരു ടീം വർക്കോടെ മുന്നോട്ട് ആ ഒരു വിശ്വാസം കൂടി നമ്മളിൽ വേണം. അപ്പോഴാണ് ഈ സാധനം വർക്ക് ചെയ്യുള്ളൂ. അവിടെയാണ് കരിയർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ സാധനം വരുന്നത്. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഒരു ജോലി കിട്ടിയാൽ ആ ജോലിയുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആ ബിസിനസ് ഓണർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഓണർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അടുത്ത ഓണറും ഇവരെ ആവശ്യമുള്ളവരുണ്ടാവും. ആ 2 ലെവലിലാണെങ്കിലും അവരുടെ ഗ്രോ അല്ല, അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ഡിമാൻഡാണ്. അതായത് അത്തരം ആളുകളെയാണ് ഇന്ന് ബിസിനസ് ഓണേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിലേക്ക് ഉള്ള ഒരു മൈൻഡ് സെറ്റുള്ള സ്റ്റാഫിന് എല്ലാ ബിസിനസ്സിലും ആവശ്യമാണ്. മാത്രമല്ല ഇവർക്ക് കീ പൊസിഷനിലേക്ക് പോകാൻ കഴിയും. മാത്രമല്ല സാധാരണ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റുകൾ ഇത്തരം മൈൻഡ് സെറ്റുള്ള ആളുകളുടെ കരിയറിൽ ലഭിക്കുകയും ചെയ്യും. നമ്മൾ ചെയ്യുന്ന ഫീൽഡിൽ ഒരു വാല്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ്, അത് തന്നെയാണ് പ്രധാനം. ആ വാല്യൂ ക്രിയേറ്റ് നമ്മൾ എത്ര വാല്യൂബിൾ ആണ് നമ്മുടെ കമ്പനിക്ക് എന്നുള്ളതിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് അതിൽ പ്രധാനം. ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ടും തൊഴിലുമായി ബന്ധപ്പെട്ടും ഇത്തരം ക്വസ്റ്റ്യങ്ങൾ നിങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുക. വീണ്ടും അടുത്ത ഒരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെ താങ്ക് യു വെരി മച്ച്.